ദർശനപുണ്യമായി ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നാരീപൂജ. സ്ത്രീകളെ ദേവതാസങ്കല്പമായി കരുതി ആചാരവിധി പ്രകാരം പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ ദേവിക്ക് അഭിമുഖമായി ഇരുത്തി പാദം കഴുകി പൂജിക്കുന്ന ചടങ്ങിനാണ് ചക്കുളത്തുകാവ് ക്ഷേത്രം സാക്ഷ്യം വഹിച്ചത്. സ്ത്രീകളിൽ ദൈവാംശം കൽപ്പിക്കുന്ന ഭാരതീയ സംസ്കാരത്തിന്റെ പവിത്രമായ ആചാരം ദർശിക്കാനും പങ്കെടുക്കാനും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി സ്ത്രീ ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. പുലർച്ചെ വിശേഷാൽ പൂജകൾക്ക് ശേഷം നാരീപൂജ ചടങ്ങിന് മുന്നോടിയായി നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ക്ഷേത്ര മാനേജിംഗ് ട്രസ്റ്റി മണിക്കുട്ടൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. 9:30 പ്രസിദ്ധമായ നാരീപൂജ ചടങ്ങ് ആരംഭിച്ചു. ശിമാട്ടി സിഇഒയും പ്രമുഖ ഡിസൈനറുമായ ബീന കണ്ണന്റെ പാദം കഴുകി പൂജിച്ച് ക്ഷേത്ര മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി നാരീപൂജ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ എന്ന് പറയുന്നത് ഒരു പെണ്ണ് മാത്രമല്ല, സാക്ഷാൽ പരാശക്തിയായ ദേവിയുടെ അംശമാണ്. നമ്മൾ നാരീപൂജ നടത്തുമ്പോൾ ആ ദേവിയുടെ ഭാവത്തെയാണ് നമ്മൾ പൂജിക്കുന്നത്. ആ പാദങ്ങൾ തീർത്ഥം തളിച്ച് ചന്ദന പുഷ്പാദി ലേപനങ്ങൾ ചെയ്ത് ആരതി ഒഴിഞ്ഞ് പൂജിച്ച് നമസ്കരിക്കുന്ന ഏറ്റവും വിശിഷ്ടമായ ധന്യമായ ഒരു ചടങ്ങാണ് ഈ നാരീപൂജ എന്ന് പറയുന്നത്. മേൽശാന്തിമാരായ അശോകൻ നമ്പൂതിരി, രഞ്ജിത് ബി നമ്പൂതിരി, ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവർ ചടങ്ങിന് കാർമ്മികത്വം വഹിച്ചു. എവിടെ സ്ത്രീയെ പൂജിക്കുന്നുവോ അവിടെ ദേവതകൾ സന്തോഷത്തോടെ വസിക്കുന്നു. എവിടെ സ്ത്രീകൾ മാനിക്കപ്പെടുന്നില്ലയോ അവിടെ നടക്കുന്ന ക്രിയകളെല്ലാം നിഷ്ഫലമാകുന്നു. ഈ സങ്കല്പമാണ് ചടങ്ങുകളുടെ ആധാരം. ഈ വിശേഷാൽ ചടങ്ങുകൾ കേരളത്തിൽ മറ്റൊരു ക്ഷേത്രത്തിലും ദർശിക്കാൻ കഴിയില്ല എന്ന് ബീന കണ്ണൻ പറഞ്ഞു. നാരികളെ പൂജിക്കുന്ന ഒരേ ഒരു ക്ഷേത്രമാണ് കേരളത്തിൽ ഉടനീളം ഉള്ളതിൽ ഒരേ ഒരു ക്ഷേത്രം. സ്ത്രീകളെ ദൈവമായി കരുതി ഓരോ സ്ത്രീകളുടെയും കാല് കഴുകി അവർക്ക് സമാധാനവും സന്തോഷവും അർപ്പിക്കുക. തന്മൂലം കുടുംബത്തിലും ലോകത്തിലും സമാധാനം കൊണ്ടുവരിക. വിളിച്ചു ചൊല്ലി പ്രാർത്ഥന രമേശ് ഇളമൻ നമ്പൂതിരി നിർവഹിച്ചു. ചക്കുളത്തമ്മ മാതൃസമിതി, തിരു ഉത്സവ കമ്മിറ്റി, മീഡിയ കൺവീനർ അജിത് കുമാർ പിഷാരത്ത് എന്നിവർ നേതൃത്വം നൽകി. 26 രാവിലെ 9 കലശാഭിഷേകവും ഉച്ചകഴിഞ്ഞ് 3 കാവുഭാഗം തിരു ഏറാങ്കാവ് ക്ഷേത്രത്തിൽ നിന്നും തിരുവാഭരണ ഘോഷയാത്രയും നടക്കും. കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി നേതൃത്വം നൽകും. സമാപന ദിവസമായ 27 കാവടി കരകാട്ടവും ചക്കരക്കുളത്തിൽ ആറാട്ടം തൃക്കൊടിയിറക്കവും തുടർന്ന് മഞ്ഞ് നീരാട്ടം നടക്കും. അമൃത ന്യൂസ്, ആലപ്പുഴ.